ഇപ്പോ 93, മുളക് 75, ഇപ്പോ 110. സപ്ലൈകോയിലെ സബ്സിഡി ഐറ്റത്തിന്റെ കാര്യ സാർ. ഇത് സപ്ലൈകോയിലെ നോൺ സബ്സിഡി ഐറ്റം വേറെ, സപ്ലൈകോയിലെ പുറത്ത് പൊതുവിപണിയിലെ വില വേറെ. ഇത് സപ്ലൈകോയിൽ എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റുകളും പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷനായ 13 സബ്സിഡി ഇനങ്ങളുടെ വില സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാർ. ജയ അരി അന്ന് 25, ഇന്ന് 33. കുറുവ അരി അന്ന് 25, ഇന്ന് 33. സാറ് വെളിച്ചെണ്ണ 1 ലിറ്റർ അന്ന് സബ്സിഡി എന്റെ ബാലാൽ മിനിസ്റ്റർ നമ്മളെ ദേശാഭിമാനിയിലെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു സാധനമുണ്ട്, സബ്സിഡി കൂട്ടില്ല. നമ്മൾ ഒത്തിരി BJP ഇട്ട് ഓടിച്ചതാണ്. ആ സാധനമാണ്. ആ വില കൂട്ടില്ല, സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡുണ്ടുണ്ടു എന്ന് പറഞ്ഞ് BJP ഇട്ട് നമ്മൾ ഒത്തിരി ഓടിച്ചതാണ്. വെറുതെ ഓർമ്മിപ്പിക്കരുത്. അപ്പോ ആ സാധനങ്ങൾക്കാണ് ഇപ്പോ ഈ വില വർധന ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പൊതുവിപണിയിലെ കാര്യത്തിലേക്ക് വന്നാൽ പൊതുവിപണിയിൽ ഇതിനേക്കാൾ വലിയ വില വർധനവാണ് പൊതുവിപണിയിൽ. സാർ ഞാൻ മാത്രം പറഞ്ഞതല്ല ഇതിപ്പോ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പത്രങ്ങളിൽ കൂടി വായിക്കാം എന്നുള്ളതല്ലാതെ പാർട്ടി കമ്മിറ്റിയിലൊന്നും നമ്മളില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ CPI സമ്മേളനങ്ങളിൽ പോലും അവിടെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. അതായത് 13 അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് പൊതുവിപണിയിൽ കിട്ടും, പിന്നെന്തിനാണ് കേരയുടെ എണ്ണ ഈ കൂടിയ വിലയ്ക്ക് വാങ്ങണമെന്നുള്ള ചോദ്യമടക്കം ഉയർന്നു. ഹോർട്ടികോർപ്പ് എന്തിനാണെന്നും ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയേക്കാൾ വിലയാണെന്നും പിന്നെങ്ങനെ സ്ഥാപനം രക്ഷപ്പെടുമെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇത് CPI സമ്മേളനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. സാർ ഇവിടെ അത് മാത്രമാണോ? അത് മാത്രമല്ല സാർ ഇവിടെ പിന്നെ സപ്ലൈകോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ. അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അതുമൂലം സപ്ലൈകോ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സാർ, സപ്ലൈകോയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന തുക കൊടുത്തുകൊണ്ട് അത് പിടിച്ചു നിർത്തണം. സാറ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇപ്പൊ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. സിനിമയിൽ ഇന്നസെന്റ് ഒക്കെ പറയുന്ന പോലെ, സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ട്, രാവണ പ്രഭുവിലാണെന്ന് തോന്നുന്നു. ഇത് അയാളുടെ കാലമല്ലേ? ആരുടെയാ? കോൺക്ലേവിന്റെ. അപ്പോ ഒരു വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുക അല്ലാതെ ഗവൺമെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സാർ. സാർ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല സാർ. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ രണ്ടുപേരും ചോദിച്ചു 9 കൊല്ലം മുമ്പ് അല്ലേന്ന്. ഞാൻ അതുകൊണ്ട് പറയാം. മട്ട അരി ലൂസ് 2 മാസം മുമ്പ് 53 രൂപയായിരുന്നു. 2 മാസം കൊണ്ട് അത് 56 സാർ. വട്ടൽ മുളകിന് 2 മാസം മുമ്പ് പൊതുവിപണിയിൽ 170 രൂപയായിരുന്നു. 2 മാസത്തിന് ശേഷം 185 രൂപയാണ് സാർ. 2 മാസം കൊണ്ട് 15 രൂപയാണ് കൂടുന്നത്. ചെറുപയർ 2 മാസം മുമ്പ് 155 രൂപയായിരുന്നു. ഇപ്പൊ അത് 170 രൂപയാണ് സാർ. ഉഴുന്നുപരിപ്പ് 2 മാസം മുമ്പ് 120 രൂപയായിരുന്നു. ഇപ്പൊ അത് 130 രൂപയാണ് സാർ. സാർ ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. അതുകൊണ്ട് ഇത് പൊതുവിപണിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പൊതുവിപണിയിലെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല സാർ. ഇവിടെ പ്രൈസ് മോണിറ്ററിംഗ് ഇല്ല, അതിനായി റെഗുലർ ഇന്റർവെൻഷൻ ഇല്ല. സപ്ലൈ ചെയിന്റെ പ്രശ്നമുണ്ട്. മാണി സി കാപ്പൻ എന്നോട് പറഞ്ഞു, നമ്മുടെ മൂന്നാറിലടക്കം ഈ ചെറിയ ഉള്ളിയൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ അത് വാങ്ങിച്ചിട്ട് കൃത്യമായ സ്റ്റോറേജ് നടത്തിയാൽ വില കൂടുന്ന സമയത്ത് നമുക്ക് അവരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും, നമ്മുടെ ജനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെയുള്ള സ്റ്റോറേജ് സമ്പ്രദായങ്ങളൊന്നുമില്ല. PSUസിനെ ശക്തിപ്പെടുത്താൻ ഒരു സംവിധാനവും ഇല്ല. അതെല്ലാം ഇൻഎഫിഷ്യൻസി അവിടെ കൊടികുത്തി വാഴുകയാണ് സാർ. അതുകൊണ്ട് ഇത്ര രൂക്ഷമായ വിലക്കയറ്റം, അതായത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം 3.86 ആണ്.
ഇൻഫ്ലേഷൻ റേറ്റെങ്കിൽ നമ്മൾ 9 എന്നുള്ളത് ഒട്ടും ആശാസ്യകരമല്ല. ഇക്കാര്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആശ്വാസം വരാൻ കഴിയുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.